തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് CPM നേതൃയോഗങ്ങൾ ചേർന്ന് ചർച്ച തുടങ്ങി. തോൽവിക്ക് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തണം. കോൺഗ്രസിനെ പോലെയല്ല CPM. തോൽവിയെക്കുറിച്ച് ഇഴകീറി പഠിക്കും, കാരണങ്ങളും കണ്ടെത്തും. പക്ഷേ തിരുത്തൽ മാത്രം പലപ്പോഴും നടക്കാറില്ല. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അതാണ് കാണുന്നത്. സെക്രട്ടറി പറഞ്ഞതുപോലെ ജനങ്ങളുടെ മനോഭാവം വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു കണ്ടെത്തൽ. അതുതന്നെ പ്രധാന കാരണം. ജനങ്ങളോട് അടുത്തു നിന്നാലല്ലേ അവരുടെ മനോഭാവവും മനസ്സിലാകൂ. ആർക്കും മനസ്സിലാവുന്ന ചില കാരണങ്ങളുണ്ട്. കാരണം 1, പൊതുജനത്തിന് മേൽ പിണറായി സർക്കാരിന്റെ പകൽ കൊള്ള. പെട്രോൾ ഡീസൽ വിലയിൽ 2 രൂപയുടെ സെസ് ഏർപ്പെടുത്തി ഇരുട്ടടി. സന്തോഷായി, നല്ല സന്തോഷായി. വൈദ്യുതി തീരുവ കൂട്ടി. ബജറ്റ് പ്രഖ്യാപനം. മദ്യത്തിന് 40 രൂപ വരെ കൂട്ടി. വിപണി മൂല്യവും ന്യായവിലയും തമ്മിലുള്ള അന്തരം നികത്തുവാൻ വേണ്ടി നിലവിലുള്ള ന്യായവില 20% വർദ്ധിപ്പിക്കും. ഇത് പിടിച്ചേ, സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. വൈദ്യുതി ബോർഡ് ലാഭത്തിലാണെന്നാണ് മന്ത്രി പറയുന്നത്. പിന്നെ എന്തിനാണ് വൈദ്യുതി ചാർജ് കൂട്ടുന്നത്? LDF വരും, എല്ലാം ശരിയാകും. കാരണം 2, ക്ഷേമ പെൻഷനുകളിലെ കുടിശ്ശിക. LDFന് 2ാം ഊഴം നൽകിയതിന് പിന്നിലും ക്ഷേമപ്രവർത്തനങ്ങളായിരുന്നല്ലോ. എനിക്ക് 5 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. എനിക്കാണെങ്കിൽ മാസത്തെ 4 കിലോ അരിയുള്ളൂ. മരുന്ന് മേടിക്കാൻ യാതൊരു നിവൃത്തിയില്ല. എന്നെ സഹായിക്കാനും ആരുമില്ല. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. ഈ പിച്ചക്കാരുടെ ചട്ടി കൈയിടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു നീന്തുക്കുളം താത്തുണ്ടല്ലോ, കോടികൾ മുടക്കി. ഞങ്ങളുടെ പിച്ചച്ചട്ടിയിലെ കാശ് തരണ്ടേ ഞങ്ങൾക്ക്. കാരണം 3, നവകേരള സദസ്സ് വിവാദങ്ങളും പാർട്ടിക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും. വടികട്ടാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ. കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനീ. ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നെസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. എന്താണ് നടക്കുന്നത്? ഒരാൾ ഇതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. വടികട്ടാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ. കട്ടുകട്ടോര കുട്ടു ശകടമാണു ശനി ശരണമാരു ശിവനീ. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. കരിങ്കോഴി കാണിച്ചവരെ തല്ലുക, അത് പോലീസ് അല്ലാതെ തല്ലുന്നത് സഖാക്കളെ കൊണ്ട് തല്ലിക്കുക. അതിനെ ജീവൻ രക്ഷാമാർഗമായിട്ട് പ്രഖ്യാപിക്കുക. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ആ ബസ്സിൻ്റെ മുമ്പിലിരിക്കുകയല്ലേ, എൻ്റെ കൺമുന്നിലല്ലേ നടക്കുന്നത്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. എന്തായാലും തിരുത്തൽ വരുത്തും എന്ന് സെക്രട്ടറി പറഞ്ഞ സ്ഥിതിക്ക് മുഖ്യമന്ത്രി തൊട്ട് നേതാക്കൾ വരെയുള്ള ശൈലി മാറ്റുമോ ഇല്ലയോ? സർവതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഖാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. TP വധക്കേസിലെ കൊടും ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാരിന്റെ വഴിവിട്ട നീക്കം. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു.